ശ്രീ വിനു കരിയത്ത് സിനിമാ സഭനം പ്രഖ്യാപിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. സർക്കാർ പരിഗണിക്കുന്നില്ല. സർക്കാരാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴേക്കും ഇതിനകത്ത് ഒരു പാളയത്തിൽ പടയാണെന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റും അത് റീഷെയറിംഗും ഒക്കെ നടക്കുന്നു. തൽക്കാലം ഒരു ക്ലൈമാക്സോ ആന്റി ക്ലൈമാക്സോ എന്തോ ഒരു നല്ല കാര്യം ഇപ്പോൾ തൽക്കാലത്തേക്ക് സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നു. ഇതിനിടയിൽ സിനിമ എമ്പുരാന്റെ പ്രൊമോഷനൊക്കെ ഒരു വശത്ത് നടക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ സംഭവിക്കുമ്പോൾ എന്തിനായിരുന്നു ഈ ബഹളമൊക്കെ ഉണ്ടായത്? ഇതുകൊണ്ട് എന്താണ്, ആർക്കാണ് ഗുണം കിട്ടിയത്? ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണം എന്നത് മാത്രമായിരുന്നു ഇത്രയും വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയതിന് കാരണം? നോക്കൂ, ഇപ്പൊ തന്നെ നിങ്ങളുടെ ഒരു ക്യാപ്ഷൻ എന്ന് പറഞ്ഞത് കീഴടങ്ങിയതാര് ജയിച്ചതാര്. ഇവിടെ ആരും കീഴടങ്ങിയിട്ടില്ല. ഇവിടെ ജയവും പരാജയവും ഒന്നും അല്ല വിഷയം. ആന്റണി പെരുമ്പാവൂരായാലും സുരേഷ് കുമാർ ആയാലും ഇവർ രണ്ടുപേരും ഇൻഡസ്ട്രി നന്നാവണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നവരാണ്. അവർക്കൊന്നും ഇൻഡസ്ട്രിയോട് ഒരു ശത്രുതയുമില്ല. സർക്കാരിന് കാലാകാലങ്ങളായിട്ട് കൊടുക്കുന്ന നിവേദനങ്ങൾക്കൊന്നും ഒരു മറുപടിയും കിട്ടാത്തതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിൻ്റെ ചർച്ചയിലാണ് പറയുന്നത് സിനിമയുടെ കോസ്റ്റ് വളരെയധികം കൂടുന്നു, അനാവശ്യ ചെലവുകൾ കുറയ്ക്കണം എന്നെല്ലാം. സുരേഷ് കുമാർ മാത്രമല്ല പറഞ്ഞത്, സിനിമാ മേഖലയിലെ താരങ്ങൾ ഒഴിച്ചു ബാക്കി എല്ലാ സംഘടനയുടെയും തലപ്പത്തിരിക്കുന്നവർ ചേർന്ന് ചർച്ച ചെയ്തതിൽ പുറത്തു വന്നപ്പോൾ സുരേഷ് കുമാറാണത് മൈക്കിലൂടെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ഇവിടെ ശ്രമിച്ചത് സിനിമാക്കാരല്ല, ഇവിടുത്തെ സോഷ്യൽ മീഡിയയും ഇവിടുത്തെ മാധ്യമങ്ങളും തന്നെയാണ്. അന്ന് ഇതേ ന്യൂസ് 18 ഡിബേറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, നാളെ ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും കൂടെ തോളി കൈയിട്ട് നടക്കുന്ന നമുക്ക് കാണാൻ. കാരണം ഇത് വെറും ചർച്ചകളാണ്. ഇത് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചു. ആ മോഹൻലാലും സുരേഷ് കുമാറും കൂടെ ഇപ്പം അങ്ങോട്ട് അടിച്ച് പിരിയും എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിൽ ഞാൻ അന്നും പറഞ്ഞു, സുരേഷ് കുമാറും മോഹൻലാൽ എന്നൊക്കെ പറയുന്നത് ഒരു കാലത്തും അവരുടെ സൗഹൃദം വേറെ, അഭിപ്രായങ്ങൾ വേറെ, അങ്ങനെയൊന്നും തീരുന്നൊന്നുമല്ല അവരുടെയൊക്കെ സൗഹൃദം എന്ന് പറയുന്നത്. ആന്റണി പെരുമ്പാവൂരിനെ പോലെ ഒരു നിർമ്മാതാവുള്ളതുകൊണ്ട് എത്ര പേര് ജീവിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ സുരേഷ് കുമാർ സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? മൊത്തം ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്. പുള്ളി സ്വാർത്ഥനല്ല. സ്വാർത്ഥന്മാരെപ്പോഴും നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ ഇടപെടുന്നത്? താരങ്ങളെ സൂചിപ്പിക്കുക അല്ലെങ്കിൽ സംവിധായകരെ സൂചിപ്പിക്കുക. സുരേഷ് കുമാർ അങ്ങനെയല്ല. ആ ഇൻഡസ്ട്രിയോട് കൂറുള്ളത് കൊണ്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ കണക്കുകൾ, കാരണം 100 കോടി കളക്ട് ചെയ്തു. എവിടെ കളക്ട് ചെയ്തു? നോക്കൂ, 30% സർക്കാരിന് പടം പൊട്ടിയാലും വിജയിച്ചാലും എല്ലാം സർക്കാരിന് മിനിമം ഒരു ഗ്യാരണ്ടി തിയേറ്ററിന് പൈസ വരുന്നുണ്ട്. ആ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. എപ്പോഴും ചർച്ച ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ. പിന്നെ ഇവിടെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് സിനിമ പ്രശ്നം തീർന്നിട്ടില്ല. ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള ഒരാൾ FBയിൽ അവർക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തീർച്ചയായിട്ടും ആ സംഘടനയ്ക്ക് അത് വേദന ഉണ്ടാക്കും. അത് പിൻവലിക്കണമെന്ന് ഒരാഴ്ചക്കകത്തെന്ന് പറഞ്ഞു. ആന്റണി തീർത്തു. സുരേഷ് കുമാർ എന്ന് പറഞ്ഞല്ലോ, ഞങ്ങളുടെ സൗഹൃദത്തിന് താരങ്ങളും അല്ലെങ്കിൽ താരസംഘടനയും നിർമ്മാതാക്കളുടെ സംഘടനയും അത് തമ്മിൽ കൃത്യമായ റിഫ്റ്റ് ഉണ്ടെന്ന് ആന്റണി പെരുമ്പാവൂർ ഒരു പോസ്റ്റ് ഇടുന്നു, അത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പിൻവലിക്കുന്നു. അതല്ല ഉണ്ടായത്. ഈ പോസ്റ്റ് മുഴുവൻ റീഷെയർ ചെയ്തുകൊണ്ട് മോഹൻലാൽ തൊട്ടിങ്ങോട്ട്, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയേറെ സൗഹൃദമുള്ള സുരേഷ് കുമാറും മോഹൻലാലും ഇല്ല, ആ മോഹൻലാൽ തന്നെ ഷെയർ ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇടുകയും ചെയ്യുമ്പോൾ നിലപാട് വ്യക്തമാക്കുകയാണ്. അമ്മ ഇടഞ്ഞാണ് നിൽക്കുന്നത് എന്ന് വളരെ വ്യക്തമായിരുന്നു. അത് തീർന്നോ? നോക്കൂ, അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറയുന്ന പോലെ എല്ലാവരും സുരേഷ് കുമാറിൻ്റെ കൂടെ നിൽക്കണമെന്നോ എല്ലാവരും ആന്റണി പെരുമ്പാവൂരിൻ്റെ കൂടെ നിൽക്കണമെന്നോ വാശി പിടിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളിടത്ത് കുറേ പേര് അവരുടെ കൂടെ നിൽക്കും, കുറേ പേര് ഇവിടെ നിൽക്കും. ആന്റണി പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് കുമാറിന്റെ കൂടെ എത്ര താരങ്ങൾ നിന്നു? അതാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, ഒരു സംഘടനയ്ക്കകത്ത് നിന്നും കൊണ്ട് അവർക്ക് അവരുടെ സംഘടനയ്ക്ക് വേണ്ടിയേ നിൽക്കാൻ പറ്റുള്ളൂ. ഉള്ളുകൊണ്ട് ചിലപ്പോൾ നേരിട്ട് സുരേഷ് കുമാറിനെ വിളിച്ച് പറഞ്ഞവർ കാണും. ഇത് വഴക്കല്ല. നോക്കൂ, ഇത് അഭിപ്രായങ്ങളാണ്. സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടി വഴക്കാക്കാൻ ശ്രമിച്ചവരെയാണ് ഞാൻ ഈ പറയുന്നത്. അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ എമ്പുരാൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ ആണോ നിങ്ങൾ ചോദിക്കുന്നില്ലേ? ആ പടത്തിനൊന്നും ഇനി പ്രൊമോഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന, പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രമൊക്കെ ഏകദേശം ഇന്ത്യൻ സിനിമ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞൊരു സംഭവത്തിന് നമ്മൾ പ്രൊമോഷൻ കൊടുത്തൊന്നും വിജയിപ്പിക്കേണ്ട പടമല്ല. ഫസ്റ്റ് ഡേ ജനം തന്നെയാണ് സിനിമ വിജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ ജനം വിധി എഴുതും. അതുകൊണ്ട് അത് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് സുരേഷ് കുമാർക്ക് ചെയ്യുന്നത്. സുരേഷ് കുമാറിൻ്റെ പടത്തിന് വേണ്ടിയിട്ട് പോലും ഇത്രയും പ്രൊമോഷൻ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സുരേഷ് കുമാർ പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ഷൂട്ടിംഗ് കൂടുന്നു, കോസ്റ്റ് കുറയ്ക്കണം, താരങ്ങൾ കുറയ്ക്കണം, നേടുന്ന നിർമ്മാതാക്കൾ വളരെ കുറവാണ്, അതുകൊണ്ട് പരസ്പരം സഹകരിക്കണം എന്നൊരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് അത് ഇത്തരത്തിലേക്കൊക്കെ വഴക്കായി മാറി. ആ വഴക്ക് ഇവിടെ തീർന്നു. ഭയങ്കര സന്തോഷം, വഴക്ക് തീർന്നു.
ആഗ്രഹിച്ചവരൊക്കെ ഇപ്പൊ ഇടാനായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം അല്ല, ഒറ്റ കാര്യം കൂടി ശ്രീ വിനുകുര്യത്ത്, അതാക്കി മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നു, സുരേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനം വരുന്നു, ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരും, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ച നടന്നത്. പക്ഷേ ഓൺലൈനിലൊക്കെ വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നു. എമ്പുരാനെതിരെയുള്ള നീക്കമാണോ നടക്കുന്നത്? ഇതിനൊക്കെ ചുവട് പിടിച്ചിട്ടാണ് മെയിൻ സ്ട്രീം മീഡിയയിലൊക്കെ വാർത്ത തന്നെ വരുന്നത്. എമ്പുരാനെ തകർക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് സുരേഷ് കുമാറും സംഘവും എന്നതടക്കമുള്ള ഒരു വാർത്ത വരുന്നത്. സ്വാഭാവികമായിട്ടും അത് പടത്തിന് ദോഷമല്ല, ഗുണമാണ് വരുത്തുക. അങ്ങനെ ഒരു ക്യാമ്പയിൻ ഒക്കെ നടക്കുന്നതിന്റെ പിറകിൽ ആരായിരിക്കും, എന്തായിരിക്കും? ഈ പറയുന്ന പോലെ ഇത്രയും സ്നേഹമാണ് സിനിമാ മേഖലയിലുള്ളവർ തമ്മിലെങ്കിൽ നോക്ക്, ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് എമ്പുരാൻ എന്നൊരു സിനിമ ഇവിടെ ഒരു മാറ്ററേ അല്ലല്ലോ. എമ്പുരാൻ ഓട്ടോമാറ്റിക്കായിട്ട് കയറി വന്നത് ആന്റണി പെരുമ്പാവൂർ ആ ഒരു മെസ്സേജ് ഇട്ടപ്പോൾ തൊട്ടാണ്. അതുവരെ സുരേഷ് കുമാർ എമ്പുരാൻ എന്നൊരു സാധനമേ പറഞ്ഞിട്ടില്ലല്ലോ. സിനിമ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് എമ്പുരാനാണെന്ന് എങ്ങനെയാണ് എല്ലാവർക്കും തോന്നുന്നത്? മോഹൻലാലും സുരേഷ് കുമാറും തമ്മിലുള്ള സൗഹൃദം, ആന്റണിയും മോഹൻലാലും തമ്മിലുള്ള സൗഹൃദം, അത് തകർന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരിത് ചെയ്തതായിരിക്കാം. നോക്ക്, മൊത്തം ഇൻഡസ്ട്രിയാണ് പറഞ്ഞത് 200 സിനിമകളിൽ 24 സിനിമയെ ഓടിയുള്ളൂ എന്ന് സുരേഷ് കുമാർ പറയണേ. ബാക്കി 176 സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചതെന്ന് സുരേഷ് കുമാർ പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്താ, വിജയിച്ചവരുടെ കൂടെ നിൽക്കണം എന്നാണോ എപ്പോഴും പറയുന്നത്? അല്ല, നിർമ്മാതാവ് വേണം സിനിമയിൽ, നാളെയും സിനിമ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് സുരേഷ് കുമാർ നോക്കുന്നത് ഇനി താരങ്ങളെ മാത്രം ഒരിക്കലും സുരേഷ് കുമാർ പറഞ്ഞിട്ടില്ല. ടെക്നീഷ്യൻസിനെ പറഞ്ഞു, സംവിധായകരെ പറഞ്ഞു, നമ്പർ ഓഫ് ഡേയ്സ് കൂട്ടി അനാവശ്യ ചെലവ് വരുത്തുന്ന അപ്പോൾ അവർക്കൊക്കെ എന്താ പ്രശ്നമില്ല. താരങ്ങളെ പറയുമ്പോൾ മാത്രം എന്താണ്? അങ്ങനെയല്ല, എല്ലാവരും കൂടെ ചേർന്ന് ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന ഇനി അതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം വെച്ചാൽ അമ്മ മീറ്റിങ്ങിനകത്ത് ആ കത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് നോക്കണം. അതിനകത്ത് വ്യക്തമായിട്ട് അമ്മ മീറ്റിങ്ങിലെ കത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരു സെക്കൻഡ് അതൊന്ന് എടുത്തോട്ടെ. അതിൽ പറഞ്ഞിരിക്കുന്നു, അമ്മ സംഘടനയുടെ ഭാഗത്തുനിന്നും യാതൊരു പണിമുടക്കിൽ യാതൊരു പിന്തുണയും ഉണ്ടാവില്ല. അംഗങ്ങളുടെ പ്രത്യേക യോഗം തീരുമാനിച്ചു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സിനിമാ വ്യവസായം ചിലരുടെ പിടിവാശി മൂലം അനാവശ്യമായ ഒരു സമരത്തിലേക്ക് വലിച്ചിഴക്കുക വഴി അപ്പം അവർ തന്നെ പറയുന്നുണ്ട് സിനിമാ വ്യവസായം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അവർ തന്നെ പറയുന്നുണ്ട് ചിലരുടെ പിടിവാശി. അല്ലല്ല സുരേഷ്, ഇവിടെ സിനിമ സാമ്പത്തിക പ്രതിസന്ധിയാണല്ലോ തുടക്കം ചർച്ചയ്ക്ക്. ഞാൻ അതിലാ പിടിക്കുന്നത്, ചിലരുടെ പിടിവാശി. അത് അങ്ങനെ പിടിക്കണ്ട. ആ പിടിവാശി എടുത്തതാരാ? നിർമ്മാതാക്കളാണ്. അത് പിടിവാശി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പിടിവാശി തന്നെ പറയാം. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് അമ്മയിലുള്ളവർ പറയുമ്പോൾ ആ പ്രതിസന്ധിക്ക് എന്ത് പരിഹാരം കാണണമെന്ന് സുരേഷ് കുമാർ പറയുമ്പോൾ അതിനെതിരെ പോസ്റ്റ് വന്നിട്ട് തുടങ്ങിയതാണ്. ഇതെല്ലാം നല്ലതിനാണ്. നമുക്ക് ചർച്ചകൾ എപ്പോഴും നല്ലതിനാണ്. ശരി, ഞാൻ മറ്റുള്ളവർ പോകുന്ന അപ്പോഴും എനിക്ക് ശ്രീ വിനുകുര്യത്ത് മനസ്സിലാവുന്നില്ല. താരങ്ങളുടെ പ്രതിഫലം, ഒരു സിനിമയുടെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വരുന്നത് അതിലേക്കാണ്. അതിലൊരു തീരുമാനവും അഭിപ്രായമൊന്നും ഇത് ഈ മിനിറ്റ് വരെ സാധാരണ പ്രേക്ഷകർക്കും മാധ്യമങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. അതിലെന്ത് തീരുമാനമാകും, എന്ത് തീരുമാനമായി എന്നാണ്. ഇന്നും സുരേഷ് കുമാർ അന്നും ഇന്നും പറഞ്ഞ പോയിന്റ് ഉണ്ട്. താരങ്ങളുടെ കൂടെ 7-8 പേര് വരുന്നത് നിർത്തണം, ഷൂട്ടിങ്ങിനകത്ത് അനാവശ്യ ചെലവുകൾ നിർത്തണം, സമയത്ത് ഷൂട്ടിങ്ങിന് വരണം. ഇതൊക്കെ സുരേഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ സംവിധായകരെയും പറഞ്ഞു. അതിലെന്തായി, എന്താണ് അതിന്റെ പ്രോസ്പെക്ടസ്? ഇപ്പൊ ഈ ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുമ്പോൾ അതുകൂടി അഡ്രസ് ചെയ്തുകൊണ്ട് പിൻവലിച്ചു എന്നാണോ? അയ്യോ, ഇത് രണ്ടാണെന്ന്. ആന്റണി പെരുമ്പാവൂരിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ 7 ദിവസത്തിനകത്ത് നിർമ്മാതാവായിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാക്കളുടെ സംഘടന എടുത്ത ഡിസിഷനെ എതിരഭിപ്രായം പറഞ്ഞതിനെ മാത്രമാണ് പിൻവലിച്ചിരിക്കുന്നത്. ബാക്കി സർക്കാരുമായിട്ടുള്ള സൂചനാ പണിമുടക്കും കാര്യങ്ങളും എല്ലാം ഇനി മുന്നോട്ട് പോകുന്നു. ഇന്നും വ്യക്തമാക്കി പറഞ്ഞല്ലോ. ഇത് രണ്ടാണ് കേട്ടോ. ഒരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, അത് അവർക്ക് ഇൻസൾട്ടായി സംഘടനയ്ക്ക്. അതാണ് ഇവിടെ. അത് മാറി ഒരാഴ്ചക്കകത്ത് പിൻവലിച്ചു. ഈ താരങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ച് ചർച്ച ചെയ്യും സിനിമാ മേഖലയുടെ തീരുമാനം. അമ്മ അതിനകത്ത് ഏകദേശം നിലപാടൊക്കെ പലതരത്തിലൊക്കെ വ്യക്തമാക്കുകയും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നതാണ്. ആ വിഷയം എങ്ങനെയാണ് അഡ്രസ് ചെയ്യപ്പെടുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തിയുടെ ഇത് താരങ്ങൾ തന്നെ തീരുമാനിച്ചാലേ ഇത് മാറുള്ളൂ. ഒരു താരം എത്ര രൂപ മേടിക്കണം അയാൾക്ക് തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അത് കൊടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിർമ്മാതാക്കളാണ്. ഞാൻ അന്നും ഇന്നും നിർമ്മാതാക്കളെയും കുറ്റപ്പെടുത്തി പറയുന്നുണ്ടല്ലോ. താരം ചോദിച്ചാൽ ഉടനെ അതുപോലെ കൊടുക്കാൻ എന്റെ ഇത്ര ഇല്ലെങ്കിൽ എവിടെ നിന്ന് കൊടുക്കും? അപ്പൊ തീർച്ചയായിട്ടും ആര് കൊടുക്കണം, അത് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് രണ്ടാമത്തെ വിഷയമാണ്. അതിലേക്ക് വരാം.